എല്ലാവർക്കും നെടുമ്പുള്ളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LED ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മുടെ ചാനലുണ്ടായിരുന്നു. പാർട്ട് 1, പാർട്ട് 2 അങ്ങനെ കുറേ പാർട്ടായിട്ടുണ്ടായിരുന്നു. സാധാരണ LED ബൾബ്, ഇൻവെർട്ടർ ബൾബ്, RGB ലൈറ്റുകൾ അല്ലേ. അതിൽ തന്നെ ഒരു പുതിയ ഐറ്റം ബൾബ് നിർമ്മാണമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നോക്കൂ, സ്പോട്ട് ലൈറ്റ്. വളരെ ചെറിയൊരു ലാമ്പാണ്. അതായത് ഒറ്റ LED മാത്രമുള്ളതാണ്. സ്പോട്ട് ലൈറ്റ് എന്ന് പറയും. നമ്മൾ സാധാരണ ഇത്തരം ബൾബുകൾ ഡെക്കറേഷനൊക്കെയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇപ്പോൾ സീലിങ്ങിലൊക്കെ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ബൾബ് യൂസ് ചെയ്യാറുണ്ട്. ഇത് പല കളറുകളിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ വാം വൈറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്. ഇങ്ങനെ പല കളേഴ്സിൽ ഈ ബൾബുകൾ അവൈലബിൾ ആണ്. ഇതിൻ്റെ പേരാണ് സ്പോട്ട് ലൈറ്റ് എന്ന് പറയും. വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു ബൾബാണിത്. അപ്പോൾ ഈ ബൾബിൻ്റെ നിർമ്മാണമാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഭാഗങ്ങൾ, ഇതൊക്കെയാണ് നമ്മളിന്ന് കൃത്യമായിട്ട് പറയാൻ പോകുന്നത്. ഈ ബൾബിൻ്റെ മെറ്റീരിയൽസ് എവിടെയാണ് കിട്ടുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ശ്രമിക്കുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ LED ബൾബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറേ വീഡിയോസ് നമ്മുടെ ചാനൽ ഉണ്ട്. അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് ആ വീഡിയോസ് കണ്ടിട്ട് അത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. LED ബൾബുകളുടെ മെറ്റീരിയൽസ് എവിടെ കിട്ടും എന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സ്പോട്ട് ലൈറ്റ്. കണ്ടില്ലേ, വളരെ ചെറിയ ഒരു ലാമ്പാണ്. പല കളേഴ്സിൽ നമുക്കിത് ഉണ്ടാക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു റേറ്റ് മാത്രമേ ഇതിനുള്ളൂ. നമ്മൾ കടയിൽ പോയിട്ടൊക്കെ വാങ്ങുകയാണെങ്കിൽ ഭയങ്കര റേറ്റാണ് ഇത്തരം ലാമ്പുകൾക്ക് ഉണ്ടാവുക. ഓക്കെ, നമുക്കിതിൻ്റെ ഓരോരോ ഭാഗങ്ങളായിട്ടൊന്ന് പരിചയപ്പെടാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ഈ സ്പോട്ട് ലൈറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്ന് പറയുന്നത്. നോക്കൂ, ഇതതിൻ്റെ ഒരു കേസാണ്. ഓക്കെ, വളരെ ചെറിയൊരു കേസാണുള്ളത് അല്ലേ. പിന്നെ നമുക്ക് ഇതതിൻ്റെ ആ ലൈറ്റ് പുറമേക്ക് വരുന്ന ചെറിയൊരു ഗ്ലാസിൻ്റെതാണ്. നമ്മൾ ഈ സാധനം ശരിക്കും ഇത് ഇവിടെ ഇങ്ങനെയാണ് വെക്കുക. കണ്ടോ, ഇങ്ങനെയാണ് ഈ ലാമ്പ് ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഗ്ലാസിൻ്റെതാണ്, ലൈറ്റ് പുറമേക്ക് സ്പ്രെഡ് ചെയ്യിക്കാനുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് പിന്നെ ഇതിൽ നോക്കൂ, ചെറിയൊരു DOB ഉണ്ട്. കണ്ടോ, ഒറ്റ LED ഉള്ളൂ, 1 വാട്ടിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഒരു LED ഉണ്ട്. പിന്നെ ആ LED നമ്മൾ ഒരു വയർ കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു അടപ്പ് കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സിലിക്കൺ പേസ്റ്റ് തേക്കുക, സിലിക്കൺ പേസ്റ്റ്. ഓക്കെ, ഇനി നോക്കൂ, ഇത് നമ്മൾ ആ സീലിങ്ങിൽ ഉറപ്പിക്കാനുള്ള ചെറിയൊരു ക്ലിപ്പാണ്, 2 സ്ക്രൂ. ഇത്രയാണ് നമുക്ക് ഈ ലാമ്പ് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊന്ന് പരിചയപ്പെടാൻ. നോക്കൂ, ഇവിടെ ഞാൻ നോക്കൂ, 2 വയർ ഇവിടെ കണ്ടില്ലേ. ഈ ചെറിയ DOBയിൽ ഇവിടെ കാണാം L എന്നും N എന്നും കാണാം. ചെറുതായിട്ട് കാണാം അവിടെ L എന്നും N എന്നും കാണാം. 2 വയറും നമ്മളിവിടെ സോൾഡർ ചെയ്യുക. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് കുറച്ച് ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേക്കണം. സിലിക്കൺ പേസ്റ്റോ അല്ലെങ്കിൽ ഹീറ്റ് സിങ്ക് കോമ്പൗണ്ട് തേക്കുക. ജസ്റ്റ് ഒന്നങ്ങോട്ട് പ്രസ് ചെയ്യുക. ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇതിലില്ല. ഓക്കെ, ഇനി നമ്മൾ ജസ്റ്റ് ഇതിൽ വെക്കുക മാത്രമേ വേണ്ടൂ. വെക്കുമ്പോൾ ശ്രദ്ധിക്കുക. കണ്ടോ, ഇത്രയാണ് ഇതുള്ളൂ. കണ്ടില്ലേ. അപ്പോൾ നമ്മൾ നോക്കൂ, ഈ ഗ്ലാസിൻ്റെ ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള നമ്മളിതിൽ കറക്റ്റായിട്ട് ഇതിൽ വെക്കുക ആദ്യം. കണ്ടോ, അത് നോക്കി ഇവിടെ നിന്ന് അറിയാൻ പറ്റും, കാരണം ഈ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് നിൽക്കുന്ന ഇതിൽ വെക്കുക. പിന്നെ നമ്മൾ ഇതതിൽ ഈ 2 സ്ക്രൂവിൻ്റെ ഹോളിന് കറക്റ്റാക്കിയിട്ട് അതിൽ വെച്ചാൽ മതി. ഇനി നമ്മൾ ഈ ഒരു ക്ലാമ്പ് അതിൻ്റെ മുകളിൽ കണ്ടോ, ഈ വയറൊന്നും ഇങ്ങനെ ബെൻഡാക്കിയിട്ട് ഈ ക്ലാമ്പ് അതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വയ്ക്കുക. ഈ സ്ക്രൂ മുറുക്കുക. അത്രയാണ് പണിയുള്ളൂ. 2 സോൾഡറിങ് മാത്രമേ ഉള്ളൂ ചെയ്യാനുള്ളൂ. ഒരു സ്ക്രൂ നമുക്ക് ഇപ്പുറത്തും വയ്ക്കാം. 2 സ്ക്രൂവും വെച്ചതിന് ശേഷം ടൈറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്തരം ബൾബുകൾ നമുക്ക് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഞാൻ പറഞ്ഞു, 2 വയർ മാത്രമേ നമുക്ക് സോൾഡർ ചെയ്യാനുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ഇത് പല കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ്.
അതായത് വൈറ്റ്, വാം വൈറ്റ്, പിന്നെ ബ്ലൂ, റെഡ്, പിങ്ക്, ഇങ്ങനെ പല കളേഴ്സിലും ഇത്തരം സ്പോട്ട് ലൈറ്റുകൾ അവൈലബിൾ ആണ്. കണ്ടില്ലേ? ഇനി ഇതാണ് അതിൻ്റെ പാക്കിംഗ് ബോക്സും ഇതും. അപ്പോൾ നമ്മുടെ ഈ സ്പോട്ട് ലൈറ്റ് എൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിൽ വിളിച്ചാൽ മതി, നമ്മളത് കൊറിയറിൽ അയച്ചു തരാം. ഇത് പല കളേഴ്സിലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ വിളിക്കുന്ന ആളുകൾ പരമാവധി വൈകിട്ട് വിളിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, പകൽ സമയങ്ങളിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് വൈകുന്നേര സമയങ്ങളിൽ വാട്സപ്പിൽ വോയിസ് ഇതൊക്കെ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. ഇനി വിളിക്കുകയാണെങ്കിൽ വൈകുന്നേര സമയങ്ങളിൽ വിളിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ബൾബിൻ്റെ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ വിളിക്കുക. അതേപോലെ തന്നെ ഇൻവെർട്ടർ ബൾബ്, 9 വാട്ടിൻ്റെ ബൾബ്, 12 വാട്ടിൻ്റെ, 30 വാട്ടിൻ്റെ, RGB, ഇങ്ങനെ പല ടൈപ്പ് ബൾബുകളുടെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യക്കാർ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും